നമസ്കാരം. ഇറാൻ US സംഘർഷം 6ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബോംബുകളുടെ ശബ്ദത്തേക്കാൾ മിസൈൽ പ്രഹരത്തേക്കാൾ വലിയ പ്രതിസന്ധിയായി ഇന്ന് മേഖലയെ ഭരിക്കുന്നത് മറ്റൊന്നാണ്: അറ്റമില്ലാത്ത അനിശ്ചിതത്വം. എണ്ണവിലയിലെ ചാഞ്ചാട്ടവും ഹോർമുസിലെ തടസ്സങ്ങളും ആഗോള വിപണിയെ തളർത്തുന്നു. നാളെ എന്ത് സംഭവിക്കും എന്നറിയാത്ത ഈ അനിശ്ചിതത്വമാണ് യുദ്ധത്തേക്കാൾ ഭയാനകമായി ഇന്ന് പശ്ചിമേഷ്യയെ ഗ്രസിച്ചിരിക്കുന്നത്. ഹമാസിൻ്റെ നിരായുധീകരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഗസയിൽ നിന്ന് പിന്മാറിയാൽ വെസ്റ്റ് ബാങ്ക് എന്ന തന്ത്രത്തിലേക്ക് ഇസ്രായേൽ മാറുകയാണ്. ലോകകപ്പ് നേടിയ സ്പെയിനിന് ഇസ്രായേലിൻ്റെ വക വലിയൊരു പണിയും കിട്ടി. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്ത് അസിലേക്ക് സ്വാഗതം. US ഇറാൻ പോരാട്ടം എന്ന് അവസാനിക്കും, എങ്ങോട്ട് തിരിയും എന്ന ചോദ്യത്തിന് ആരുടെ പക്കലും ഉത്തരമില്ല. ഈ അനിശ്ചിതത്വം ഏറ്റവും കടുത്ത ആഘാതം ഏൽപ്പിക്കുന്നത് കോടിക്കണക്കിന് സാധാരണ മനുഷ്യരെയാണ്. ചർച്ചകളിൽ മേൽക്കൈ നേടാൻ ഇറാനും USഉം ആക്രമണം കടുപ്പിക്കുന്നു. എതിരാളിയെ തോൽപ്പിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് ഇരുപക്ഷവും വിശ്വസിക്കുകയാണ്. എന്നാൽ ഈ തെറ്റായ കണക്കുകൂട്ടൽ യുദ്ധത്തെ അവസാനമില്ലാത്ത സംഘർഷമാക്കി മാറ്റുന്നു. സാധാരണക്കാരുടെ ദുരിതം നാൾക്കുനാൾ വർദ്ധിക്കുന്നു. വാഷിംഗ്ടണും തെഹ്റാനും തമ്മിലുള്ള ഈ പോരാട്ടത്തിനിടയിലാണ് കഴിഞ്ഞ ആഴ്ച ഒമാൻ ഒരു പുതിയ സമാധാന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ഹോർമുസ് നിയന്ത്രിക്കാൻ ഒരു റീജിയണൽ കൺസോർഷ്യം മാതൃക. ഹോർമുസിനായി ഇറാനും ഗൾഫ് രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സംയുക്ത സംവിധാനം രൂപീകരിക്കുക. ഈ സമിതി കടലിടുക്കിൻ്റെ സുരക്ഷയും കപ്പൽ ഗതാഗത മേൽനോട്ടവും നിർവഹിക്കുക എന്നതായിരുന്നു ഒമാൻ്റെ നിർദ്ദേശം. ഹോർമുസ് കടലിടുക്കിൻ്റെ സംയുക്ത നിയന്ത്രണം സംബന്ധിച്ച ഒമാൻ്റെ ഈ പദ്ധതി പക്ഷേ ഇറാൻ തള്ളിക്കളഞ്ഞു. തങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കാൻ ഈ പദ്ധതിക്ക് കഴിയില്ല എന്നാണ് ഇറാൻ്റെ വാദം. 2 നൂറ്റാണ്ടുകളായി വിദേശ അധിനിവേശങ്ങളും അട്ടിമറികളും യുദ്ധങ്ങളും കണ്ട് ശീലിച്ച ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഇറാനുള്ളത്. ബോംബുകൾ കൊണ്ട് ഭരണകൂടങ്ങളെ മാറ്റാമെന്ന പാശ്ചാത്യ കണക്കുകൂട്ടലുകൾ അപ്രായോഗികമാണ്. ചരിത്രത്തിലെ തെറ്റായ കണക്കുകൂട്ടലുകൾ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ പശ്ചിമേഷ്യ ചെന്നെത്തുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു യുദ്ധ ചുഴിയിലേക്കാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസക്കായി ചരിത്രപരമായ സമാധാന കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹമാസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ ആയുധം താഴെവെക്കുമെന്നും ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറും എന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. സമാധാന പദ്ധതി പ്രകാരം ഗസയുടെ സുരക്ഷാ ചുമതല പുതിയ ഫലസ്തീൻ പോലീസ് സേനയ്ക്കും അന്താരാഷ്ട്ര സുരക്ഷാ സേനയ്ക്കും കൈമാറും. ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസ് പിന്തുണക്കുന്നതാണ് ഈ പദ്ധതി. എന്നാൽ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയാൽ മാത്രമേ ആയുധം താഴെവെക്കൂ എന്നാണ് ഹമാസ് പറയുന്നത്. ട്രംപിൻ്റെ ഈ നിർദ്ദേശത്തെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയിലാണ്. ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുന്നതിനെ ഭരണകൂടത്തെ കടുത്ത തീവ്ര വലതുപക്ഷ മന്ത്രിമാരും സഖ്യകക്ഷികളും ശക്തമായി എതിർക്കുന്നു. ഇസ്രായേൽ ഗസ വിട്ടാൽ നെതന്യാഹുവിൻ്റെ ഭരണസഖ്യം തകരാനുള്ള സാധ്യത വരെയുണ്ട്. ഗസയിലെ അധിനിവേശം കുറക്കുന്നതിന് പകരമായി അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ കയ്യേറ്റം കൂടുതൽ വ്യാപിപ്പിക്കാനാണിപ്പോൾ നെതന്യാഹു ശ്രമിക്കുന്നത്. സ്പാനിഷ് നഗരമായ സെവൂത്തയിലേക്ക് ഒരൊറ്റ ദിവസം 49,000-ത്തിലധികം അഭയാർത്ഥികളാണ് കടന്നുകയറിയത്. മൊറോക്കോ വഴിയാണ് ഈ വൻ കുടിയേറ്റം നടന്നത്. ഇതിനു പിന്നിൽ ഇസ്രായേലാണ് എന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ്. ഗസ വിഷയത്തിലും ഫലസ്തീൻ നയത്തിലും സ്പെയിൻ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ്. ഇതിനുള്ള പ്രതികാരമായി സ്പെയിനെ അസ്ഥിരപ്പെടുത്താൻ നടത്തിയ ഇസ്രായേലിൻ്റെ ആസൂത്രിത നീക്കമാണിത് എന്നാണ് ആരോപണം. വേൾഡ് വിത്ത് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30-നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-നും മീഡിയ 1 TV.